ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. നിങ്ങൾ ഇന്ന് തമ്പനയിലിൽ കണ്ട പോലെ ഇതോടുകൂടി ഇഫ് ക്ലോസ് തീർന്നിട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണ് സാർ ഇഫ് ക്ലോസ് എന്ന് പറയുന്നതാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്റെ മക്കൾക്ക് ക്ലോസ് എന്താണെന്ന് അറിയണം. ക്ലോസ് എന്ന് പറഞ്ഞു കഴിച്ചാല് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. വാട്ട് ഈസ് ക്ലോസ്? ക്ലോസ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഹി ഈസ് എ ടീച്ചർ. ഹി ഈസ് എ ടീച്ചർ. അവനൊരു ടീച്ചർ ആകുന്നു എന്നുള്ളതിന്റെ അർത്ഥം പൂർണ്ണമാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ന് മക്കളെ ക്ലോസ്. ഓപ്പണിംഗ് ദ ഡോർ, അർത്ഥം എന്താ? ഓപ്പണിംഗ് ദ ഡോർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാതിൽ തുറന്നു കൊണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? ഇതിന്റെ അർത്ഥം പൂർണ്ണമല്ല. സോ അതിന് വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് വിളിക്കുക? ഫ്രേസ് എന്നാ വിളിക്കുക. എന്തെന്നാ വിളിക്കുക? ഫ്രേസ്. ക്ലിയർ? ഇവിടെ അർത്ഥം പൂർണ്ണമാണ്. ഇവിടെ എന്തല്ല പറ? അർത്ഥം പൂർണ്ണമല്ല. അപ്പൊ ഞാൻ ഇവിടെ ഈഫ് ഇട്ട് കൊടുത്തു. എന്താ ഈഫിന്റെ അർത്ഥം? എങ്കിൽ. ഇഫ് ഹി ഈസ് എ ടീച്ചർ, അവനൊരു ടീച്ചർ ആണെങ്കിൽ. അപ്പൊ കുട്ടികൾ പറയും, സാർ ഇതിന്റെ അർത്ഥം പൂർണ്ണമല്ലല്ലോ, അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ അത് ഫ്രേസ് അല്ലേ? അല്ല. ഇത് കണ്ട, ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുന്നത് അർത്ഥം പൂർണ്ണമായ ഒരു ക്ലോസ് അല്ലേ മക്കളെ? ഒരു ക്ലോസ് ആണ്. ഈ ക്ലോസിന്റെ മുന്നിൽ എന്ത് വന്നു? ഒരു കണ്ടീഷൻ വന്നു. ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ പറ കണ്ടീഷണൽ ക്ലോസ്. എന്ത് ക്ലോസ് എന്നാ വിളിക്കുക? പറ കണ്ടീഷണൽ ക്ലോസ്. അതായത് ഇഫ് ഉള്ളത് കൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇഫ് ക്ലോസ്. അവനൊരു ടീച്ചർ ആണെങ്കിൽ, ബാക്കി പറ, അവൻ നന്നായിട്ട് പഠിപ്പിക്കും, അല്ലെ? ഹി വിൽ പറ, ഹി വിൽ ടീച്ച് വെൽ. അവൻ നന്നായിട്ട് എന്ത് ചെയ്യും? പറ പഠിപ്പിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത് എന്ന്. ഇതിന് പറയുന്ന പേരാണ് മക്കളെ മെയിൻ ക്ലോസ്. എന്ത് ക്ലോസ് എന്നാ പറയാ? മെയിൻ ക്ലോസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ ക്ലോസ്. ഒരു കണ്ടീഷണൽ ക്ലോസിന്റെ അർത്ഥം പൂർണ്ണമാണെങ്കിൽ അതിന് എന്ത് ക്ലോസും കൂടെ വേണം മക്കളെ? പറ മെയിൻ ക്ലോസും കൂടെ വേണം. എന്ത് ക്ലോസ് വേണം? മെയിൻ ക്ലോസ് വേണം. റെഡി അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഗ്രാമറിന്റെ സെഷനിലേക്ക് കയറാട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. സെറ്റ്. ഈഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V1 ആണെങ്കിൽ നോക്കിക്കോളൂ. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. എന്താണ് സാർ ഈ V1 കൊണ്ട് ഉദ്ദേശിച്ചത്? വെർബിന്റെ ഒന്നാമത്തെ ഫോം ആയിട്ടുള്ള ആം, ഈസ്, ആറ്, ഡു, ഡസ്, ഹാവ്, ഹാസ് ഏത് വന്നാലും അതിനുശേഷം മെയിൻ ക്ലോസ് ചെയ്ത്. ഇതാണ് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വില്ല്, ഒന്നുകിൽ വില്ല്, അല്ലെങ്കിൽ ഷാള്, അല്ലെങ്കിൽ ക്യാന്, അല്ലെങ്കിൽ മേ കഴിഞ്ഞിട്ട് V1 ഉപയോഗിക്കണം. ഇതാണ് റൂള് എന്ന്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണെങ്കിൽ V1 കൊണ്ട് ഉദ്ദേശിച്ചതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് താനെ പതിഞ്ഞ് കയറും കേട്ടോ. നോക്കിക്കോളൂ നിങ്ങള്. ഇഫ് യു ഇൻവൈറ്റ് മീ, അല്ലെ? ഇഫ് യു ഇൻവൈറ്റ് മീ. ഈ ഇൻവൈറ്റ് ഉണ്ടല്ലോ, എന്തുണ്ട് മക്കളെ? പറ ഡു ഉണ്ട്, അല്ലെ? ഡു എന്താണ്? V1 ആണ്. ഡു എന്താണ്? V1 ആണ്. ഇനി നോക്കിക്കോളൂ. ഇഫ് ഐ ആം എന്ന് പറഞ്ഞു. ഇഫ് ഐ ആം ഞാനാണെങ്കിൽ ഇതൊരു V1 ആണ് എന്ന്. ഇഫ് ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആണെങ്കിൽ ബാക്കി പറ ഐ വിൽ ടീച്ച്, ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. ഇഫ് ഹി ഈസ് എ ടീച്ചർ, അവനൊരു ടീച്ചർ ആണെങ്കിൽ ഹി വിൽ ടീച്ച്, അവൻ നന്നായിട്ട് പഠിപ്പിക്കും. ഇഫ് ദേ ആർ ടീച്ചേഴ്സ്, അവർ ടീച്ചേഴ്സ് ആണെങ്കിൽ പറ ദേ വിൽ ടീച്ച്, അല്ലേ? ഇഫ് യു ഇൻവൈറ്റ്, നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ പറ ഐ വിൽ കം, ഞാൻ വരും. അല്ലെങ്കിലോ ഐ ക്യാൻ കം, എനിക്ക് വരാൻ സാധിക്കും. ഐ മേ കം, ഒരു പക്ഷേ ഞാൻ വന്നേക്കാം. ഐ ഷാൽ കം, ഞാൻ വരാം. എന്തുപയോഗിക്കാം? ഷാൽ കം എന്ന് പറഞ്ഞാൽ വരാം, വിൽ കം എന്ന് പറഞ്ഞാൽ വരും എന്ന അർത്ഥം കേട്ടോ. എന്തും നമുക്ക് ഉപയോഗിക്കാം. ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അവിടെ സ്യൂട്ടായി തോന്നുന്നത് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. ഇനി ഈഫ് പ്ലസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V2 ആണെങ്കിലോ? എന്താ സാറേ V2 കൊണ്ട് ഉദ്ദേശിച്ചത്? നോക്കൂ നിങ്ങള്. വാസ് ആവാം, വേർ ആവാം, ഡിഡ് ആകാം, ഹാഡ് ആവാം. ശ്രദ്ധിക്കണേ. ഹാഡ് പ്ലസ് V3 ഇല്ലട്ടോ. വെറും ഹാഡ് എന്ന് പറയുന്നത് എന്തിന് സമാണ്? പറ V2 സമാണ് കേട്ടോ. വെറും ഹാഡ് എന്താണ്? V2 ആണ്. ഹാഡ് പ്ലസ് V3 വേറെ വരാനുണ്ട്. വെറും ഹാഡ് ആണെങ്കിൽ അത് V2 ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇവിടെ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. വെറും ഹാഡ് ആണെങ്കിൽ അതെന്താണ്? പറ V2 ആണ്. അത് മറക്കണ്ട. അങ്ങനെ V2 വന്നാൽ സബ്ജക്റ്റ് പ്ലസ് വില്ലിന് പകരം വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ കഴിഞ്ഞിട്ട് ഏതും കഴിഞ്ഞിട്ടും നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. ഏതാണ് ഉപയോഗിക്കുക? V1. അപ്പൊ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇഫ് യു ഇൻവൈറ്റഡ് മീ, അല്ലെ? ഇൻവൈറ്റഡിന്റെ ഉള്ളിൽ എന്തുണ്ട്? പറ ഡിഡ് ഉണ്ട്, അല്ലെ? നിങ്ങൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് കം, ഞാൻ വരുമായിരുന്നു. ഐ കുഡ് കം, എനിക്ക് വരാൻ സാധിക്കുമായിരുന്നു. ഐ മൈറ്റ് കം, ഒരു പക്ഷേ ഞാൻ വരുമായിരുന്നു. എന്തും പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ലാന്ന്.
ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ഡിഡ്, ഇവിടെ നോക്കിക്കോളൂ എങ്ങനെ സാറ് വേർ വരിക കണ്ട. ഇഫ് ഐ വേർ ഞാനായിരുന്നെങ്കിൽ എ ബേർഡ് ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ ബേർഡ്. അപ്പൊ സാറ് ഇവിടെ വാസല്ലേ വരിക? അല്ല, ഇവിടെ നോക്കിക്കോളൂ വാസിന് പകരം ഇമാജിനറി കണ്ടീഷൻ ഐ വാസ് എന്നാണ് സാധാരണ വേണ്ടിയത്. പക്ഷെ ഈഫിന്റെ കൂടുതൽ വാസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? വേറെ. കാര്യം ഇതൊരു ഇമാജിനറി കണ്ടീഷൻ ആണ്. എന്ത് കണ്ടീഷൻ ആണ്? ഇമാജിനറി കണ്ടീഷൻ, ഒരു സങ്കല്പാണ്. സങ്കല്പത്തിൽ ഈ ഐ വാസ് എന്നല്ല പറയാ, എന്താ പറയാ? ഐ വേർ എന്നാണ് പറയാന്ന്. ഐ വാസിന്റെ പകരം എന്ത് ഉപയോഗിക്കണം? പറ ഐ വേർ ഉപയോഗിക്കണം. ഐ അല്ല ഇനി ഹി ആണെങ്കിലൊക്കെ എന്ത് ഉപയോഗിക്കണം? വേർ ഉപയോഗിക്കണം. അവിടെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഫൈവേറെ മില്യനെയർ ഞാനൊരു കൊടീശ്വരനായിരുന്നെങ്കിൽ, ഈ ഫൈവേറെ ബേർഡ് ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ, ഐ വിൽ ഫ്ലൈ എന്നാണോ പറയാ? ഐ വുഡ് ഫ്ലൈ എന്നാണോ പറയാ? ഐ വുഡ് ഫ്ലൈ, ഞാൻ പറക്കുമായിരുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. ഇഫ് ഐ ആം എ ബേർഡ് ആണെങ്കിലോ പറ ഐ വിൽ ഫ്ലൈ ആണ് വരികന്ന്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? കണ്ട, ഇഫ് യു ഇൻവൈറ്റഡ് മീ, ബാക്കി പറ ഐ വുഡ് കം. ഈ കം എന്ന് പറയുന്നത് V1 കം ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 അല്ലെ? ഹാഡ് പ്ലസ് V3 എങ്ങനെ സാർ? ഹാഡ് പ്ലസ് V3 ഹാഡ് ഡൺ വരാം. ഏതുപോലെ? ഹാഡ് റിട്ടൺ. ഈ റിട്ടണിന്റെ ഉള്ളിൽ എന്തുണ്ടാവും മക്കളെ? ഡൺ ഉണ്ടാവില്ലേ? അപ്പൊ ഹാഡ് ഡൺ അങ്ങനെ വരാം. അല്ലെങ്കിലോ ഹാഡ് ബീൻ അങ്ങനെ വരാം. അല്ലെങ്കിലോ ഹാഡ് അല്ല ഹാഡിന്റെ കൂടുതൽ എന്തുണ്ട് പറ? V3 ഉണ്ടെങ്കിൽ, അങ്ങനെ V3 ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വുഡും ഷുഡും കുഡും കഴിഞ്ഞതിന് ശേഷം അല്ലെ? വുഡ് ആവാം, കുഡ് ആവാം, ഷുഡ് ആവാം, മൈറ്റ് ആവാം. ശേഷം ഹാവും വരണം, V3 വരണം. ഓർക്കണേ, ഹാവ് പ്ലസ് V3 എന്താണ് പറ? നിർബന്ധമാണ്. ഇവിടെ ഓർക്കണം കേട്ടോ. ഇതിന് ശേഷം വെറും പിന്നെ വുഡോ ഷുഡോ കുഡോ പോരാ, ശേഷം ഹാവ് പ്ലസ് V3 വേണം എന്ന്. അപ്പൊ നോക്കിക്കോളൂ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ, കണ്ട ഹാഡ് പ്ലസ് നോക്കിക്കോളൂ, ഹാഡ് കിട്ടി പ്ലസ് പറ V3 വന്നു. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പറഞ്ഞ പറ ഐ വുഡ് ഹാവ് കം. ഈ കം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? V3 കം ആണ്. അതെങ്ങനെ സാറായത്? V1 V2 V3. കമ്മിന്റെ V1 എന്താണ്? കമ്മ്. അതിന്റെ V2 എന്താണ് മക്കളെ? കെയിമ്. അതിന്റെ V3 എന്തിനാണ് പറ? കമ്മാണ്. ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റരുത്. എങ്കിൽ ഗോ ആണെങ്കിൽ എങ്ങനെ വരിക? അതിന്റെ V2 എന്താണ്? വെന്റ് ആണ്. അതിന്റെ V3 എന്താ മക്കളെ വരിക? ഗോൺ ആണ്. അത് തെറ്റണ്ട. എന്നാ കമ്മിന്റെ V3 എന്തിനാണ് പറ? കമ്മന്നെയാണ്. അത് തെറ്റരുത് കേട്ടോ, തെറ്റരുത്. ശ്രദ്ധിക്കണേ. അടുത്തത് ക്വസ്റ്റ്യൻ കണ്ടോളൂ നിങ്ങള്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ നിങ്ങള്. ഇഫ് യു ഹാഡ് കം അല്ലെ? ഹാഡ് കം അല്ലെ? ഹാഡ് പ്ലസ് V3 അല്ലേ? ഹാഡ് പ്ലസ് V3 വന്നാൽ ഐ ഡാഷ് ഫോർ യു. ഐ വില്ല് വെക്കാൻ പറ്റുമോ? വെറും വില്ലോ അല്ലെ? വുഡ് വെയിറ്റ് പറ്റൂല, കാര്യം വെറും വുഡാണ്. വിൽ വെയിറ്റ് എന്തായാലും പറ്റൂല, കാര്യം ഹാഡ് പ്ലസ് V3 ഉണ്ട്. അപ്പൊ വുഡ് ഹാവ് വെയിറ്റഡ്, ഇതാണ് ശരി. വിൽ ഹാവ് വെയിറ്റഡ് അല്ല, എന്ത് വേണം പറ? വുഡ് ഹാവ് വെയിറ്റഡ് വേണം എന്ന്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് നോക്കിക്കോളൂ. ഇഫ് യു സ്റ്റഡി വെൽ, കണ്ട സ്റ്റഡിന്റെ ഉള്ളിൽ V1 അല്ലേ ഉള്ളത്? ഡു അല്ലേ ഉള്ളത്? അല്ലെ? ഇഫ് യു സ്റ്റഡി വെൽ അല്ലെ? യു വിൽ സക്സീഡ്, എന്താവും? വിജയിക്കും. വെറും സക്സീഡ്, യു സക്സീഡ് തെറ്റാണ് അല്ലേ? വില്ലോ വുഡോ ഷാളോ ഷുഡ് അല്ലെ? വില്ല് അല്ലെങ്കിൽ ഷാള് ക്യാൻ മേ ഏതൊന്നും വെക്കണ്ടേ? യു വിൽ ഹാവ് സക്സീഡ്, അതും തെറ്റാണ്. യു വുഡ് സക്സീഡ് തെറ്റാണ്. ഉത്തരം ഏതാണ് പറ? യു വിൽ സക്സീഡ് ആണ് എന്ന്. ക്ലിയർ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു ഡാഷ് ദ വർക്ക് യു ക്യാൻ ഗോ. ക്യാൻ അല്ലേ? ഇവിടെ ക്യാൻ ആയതുകൊണ്ട് അപ്പുറത്ത് V1 വരണ്ടേ? ഇപ്പുറത്ത് കുഡ് ആണെങ്കിൽ അപ്പുറത്ത് എന്തോരും V2 വരും. ഇപ്പുറത്ത് ക്യാൻ ആയതുകൊണ്ട് അപ്പുറത്ത് V1 അല്ലേ വരേണ്ടത്? അപ്പൊ കംപ്ലീറ്റഡ് തെറ്റാണ്. ഹാഡ് കംപ്ലീറ്റഡ് തെറ്റാണ്. കംപ്ലീറ്റ്സ് തെറ്റാണ്. കാര്യം എന്താണ്? യുവിന്റെ കൂട്ടത്തില് കംപ്ലീറ്റ്സ് വെക്കാൻ പറ്റൂല, കംപ്ലീറ്റേ വെക്കാൻ പറ്റുള്ളൂ എന്ന്. ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക് യു ക്യാൻ ഗോ. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പറ യു ക്യാൻ ഗോ, നിനക്ക് പോകാൻ പറ്റും എന്ന്. അടുത്ത നോക്കിക്കോളൂ. ഇഫ് യു ലേൺ വെൽ, ഈ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വേണ്ട, ലേൺ എന്ന് പറയുന്നത് V1 ആണ് അല്ലെ? യു ഡാഷ് ദ എക്സാം യു ക്യാൻ പാസ് ദ എക്സാം. ശരിയാണ്. കുഡ് പാസ് അല്ല, കുഡ് ഹാവ് പാസ്ഡ് അല്ല, കുഡ് പാസ്ഡും അല്ല. കുഡിന്റെ ശേഷം V1 അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടെ ക്യാൻ ആണ് പറ്റുള്ളൂ. കാര്യം ലേൺ എന്ന് പറയുന്നത് V1 ആണ്. സോ ക്യാൻ പാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അതിന്റെ ഉത്തരം എഴുതണം മക്കളെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന്. സെറ്റ് ആണല്ലോ. അപ്പൊ വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് കാരണം എന്ത് ചെയ്യുക? നമ്മൾ ആ റൂൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, SSLCയില് ഇഫ് ക്ലോസ് ഫ്രം ഓൾ ചാപ്റ്റേഴ്സ്, SSLC എക്സാമിന്റെ
മക്കളാണല്ലോ നിങ്ങൾ ഈ വർഷം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇഫ് ക്ലോസിൽ എല്ലാ ചാപ്റ്ററിനും ഇഫ് ക്ലോസിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ എല്ലാത്തും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക എങ്ങനെ എഴുതാന്നുള്ളത്. തൊട്ടടിയിൽ തന്നെ നമുക്ക് ഉത്തരമൊക്കെ പൊതുവേ കാണലുണ്ട് കേട്ടോ. നമ്മൾ ഹാഡ് ബെറ്ററും വുഡ് യു മൈൻഡ് ഒക്കെ പഠിച്ച പോലെ ഒരു പക്ഷേ തൊട്ടടിയിൽ തന്നെ എന്ത് ഉണ്ടാവലുണ്ട്, അതിന്റെ ഉത്തരം, അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ടൊക്കെ ഉത്തരം ഉണ്ടാവലുണ്ട്. നമ്മളെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ റെഡി. നോക്കൂ നിങ്ങൾ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രാൻഡ് മദർ പറയണ്ട ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ്. അപ്പൊ ഹാഡ് പ്ലസ് V3 അല്ലേ വന്നത്. ഹാഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് എന്ത് മക്കളെ പറ, വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് V3. എന്റെ മക്കൾ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന റൂൾ പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ കിട്ടും. വുഡ് ഹാവ് പ്ലസ് V3 വരണം എന്നുള്ളതാണ് നമ്മളെ റൂൾ കേട്ടോ. ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര. മംഗൂസ് എങ്ങാനും കോബ്രയെ കൊന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അത് നമ്മളെ കൊല്ലുമായിരുന്നു അല്ലെ. അപ്പൊ എങ്ങനെയാ പറയാ, ഇറ്റ് വിൽ കിൽ അസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് വുഡ് വെക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പറയാ, ഇറ്റ് വുഡ് ഹാവ്. എങ്ങനെ പറയാ, ഇറ്റ് വുഡ് ഹാവ് കിൽഡ് അസ്. അത് നമ്മളെ കൊല്ലുമായിരുന്നു അല്ലെ. അപ്പൊ ബോയ് പറയണത് മംഗൂസ് ഡിഡ് ഇറ്റ് ഫോർ അസ്. അത് നമുക്ക് വേണ്ടി ആര് ചെയ്തു പറ, മംഗൂസ് ചെയ്തു. ഒന്ന് ചെയ്ത് പഠിച്ചില്ലേ. അപ്പൊ ഇനി ഗ്രാജുവലി എല്ലാ ചാപ്റ്റേഴ്സിന്റെ ആകുമ്പോൾ നമ്മൾ സെറ്റ് ആവുന്ന പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ, ദ സ്നേക്ക് ആൻഡ് മിറർ. ഇഫ് ഐ ഹാഡ് ബീൻ ദർ. ഫ്രണ്ട് പറയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓനോട് പുകഴ്ത്തും അല്ലെ. നോക്കൂ നിങ്ങള്, ഡോക്ടർ പറയട്ടോ, പുകഴ്ത്ത മീൻസ് ഒനൊലത്തും എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ഞങ്ങളുടെ പുകഴ്ത്ത് എന്നാ പറയട്ടോ. ഒനൊലത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഡോക്ടർ പറയട്ടോ, ഐ വാസ് ടെറിബിളി ഫ്രൈറ്റൻഡ്. ഞാനൊക്കെ പേടിച്ചിരിക്കുന്നു. സോ ഐ കുഡ് ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് അല്ലേ. അപ്പൊ ഫ്രണ്ട് പറയണേ ഞാൻ അവിടെ ഉണ്ടെങ്കിലേ അല്ലേ. നോക്കൂ നിങ്ങള്, ഐ കുഡിന്റ് ഡു എനിത്തിങ് അല്ലേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. നോക്കൂ, ഇഫ് ഐ ഹാഡ് ബീൻ ദർ, ഹാഡ് പ്ലസ് V3 കണ്ടില്ലേ നിങ്ങള്. ഇഫ് ഐ ഹാഡ് ബീൻ ദർ അല്ലേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പാമ്പിനെ കൊല്ലുമായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ, ഐ വിൽ കിൽ ദ സ്നേക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹാഡ് പ്ലസ് V3 അല്ലേ, ഐ വുഡ് കിൽ ദ സ്നേക്ക്. ഞാൻ ആ പാമ്പിനെ കൊല്ലായിരുന്നു. അത് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ എങ്ങനെ പറയാം, ഐ വുഡ് ഹാവ് പറ, ഐ വുഡ് ഹാവ് കിൽഡ്. ഞാൻ കൊല്ലുമായിരുന്നു. ഐ വുഡ് ഹാവ് കിൽഡ് ദ സ്നേക്ക്. ഞാൻ ആ പാമ്പിനെ കൊല്ലുമായിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞു ഐ വാസ് ടെറിബിളി ഫ്രൈറ്റൻഡ്. ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു. ഐ കുഡിന്റ് ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ന് അല്ലെ. ഹാഡ് പ്ലസ് V3 ആട്ടോ വന്നാൽ ഇവിടുത്തെ എന്ത് വരണം പറ, വുഡ് ഹാവ് വരണം. വുഡ് ഹാവ് മാത്രമല്ല ശേഷം എന്ത് വരണം മക്കളെ, V3 വരണം. മറക്കരുത് കേട്ടോ. അടുത്തത് പ്രൊജക്ട് ടൈഗർ ഉള്ള കേട്ടോ. Can you make the tiger act the scene അല്ലെ. നിങ്ങൾക്ക് ഈ പിന്നെ ടൈഗറിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമോ? തൊറാത്ത് ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ. ഞാനെങ്ങാനും ടൈഗറിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെ, ട്രെയിൻ V1 അല്ലേ അല്ലെ. ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ അല്ലെ, ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ. ഇവിടെ യു ക്യാൻ എന്നുള്ളത് തിരിച്ചിട്ട് നോക്ക് പറ, ഐ ക്യാൻ അല്ലെ. നോക്കൂ, ഐ ക്യാൻ മേക്ക് ദ ടൈഗർ. ഐ ക്യാൻ മേക്ക് ദ ടൈഗർ ആക്ട് ദ അല്ലെ. ഐ ക്യാൻ മേക്ക് ദ ടൈഗർ. എനിക്കാക്കാൻ പറ്റും എന്ത്, ഐ ക്യാൻ മേക്ക് ദ ടൈഗർ ആക്ട് ദ സീൻ. ആക്ട് ദ സീൻ അല്ലെ. ഈ സാധനം തിരിച്ചിട്ടാലും മതി, ഒരു കുഴപ്പമില്ല കേട്ടാ. ഞാനെങ്ങാനും ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് അല്ലെ, എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരെ ആ ക്വസ്റ്റ്യൻ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂ കേട്ടോ. അടുത്തത് മൈ സിസ്റ്റേഴ്സ് ഷൂ അല്ലെ. എന്റെ സിസ്റ്റേഴ്സിന്റെ അല്ലെ മൈ സിസ്റ്റേഴ്സ് ഷൂ ഉണ്ട്. അതിൽ സഹറ ഉണ്ട്, അലി ഉണ്ട്. സഹറ പറയാട്ടോ, ഇഫ് യു ഡോണ്ട് ബ്രിങ് മൈ ഷൂസ്. ഈ എങ്ങാനും എന്റെ ഷൂസ് കൊണ്ടുവരുന്നില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അത് ചെയ്യരുത് ട്ടോ എന്ന് ആര് പറയുന്നുണ്ട്? അലി പറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സംഗതി പേടിയാണ്. എന്ത്, ഞാൻ വാപ്പനോട് പറയുന്നില്ലേ. ഇഫ് യു ഡോണ്ട് അല്ലെ, ഡു V1 അല്ലേ. ഐ വിൽ, ബാക്കി പറ, ഐ വിൽ ടെൽ അവർ ഫാദർ അല്ലെ. ഞാൻ ആരോട് പറയും പറ, അപ്പനോട് പറയുന്നത്. അപ്പൊ പറയട്ടോ, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഐ വിൽ ഫൈൻഡ് യുവർ ഷൂസ് ടുമോറോ ഇറ്റ് സെൽഫ്. അന്റെ ഷൂസ് അല്ല കേട്ടോ, ഷൂസ് ഞാൻ നാളെ തന്നെ കൊണ്ടുവരാന്ന്. മക്കളെ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിലാട്ടോ ക്ലാസ് എടുക്കുന്നതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണേ. കാലിന് തീരെ വയ്യ, ലൈക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട്
കാലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഓരോരുത്തർ നിന്നുകൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ, ഒന്നും തോന്നരുത്. പിന്നെ നമ്മൾ ഇത്രയും വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എത്ര നേരങ്ങൾ വീഡിയോ കണ്ടാലും ആ ഒരു മാർക്ക് പോവാണ്ട് കിട്ടില്ലേ നിങ്ങൾക്ക്. അപ്പൊ കുറച്ച് വീഡിയോ എല്ലാ ചാപ്റ്ററിനും കാണുമ്പോൾ ഈസി സെറ്റായി മാറുന്നു കേട്ടോ. അടുത്തത്, മൈ മോം സെഡ് ടു പുട്ട് ഇൻ അവർ അക്കൗണ്ട്, അലി പറഞ്ഞു. അപ്പൊ അക്ബർ പറയാണ്, ഇഫ് യു ഡോണ്ട് പേ, കണ്ട നിങ്ങൾ അടക്കണില്ലെങ്കിൽ V1 ഇഫ് യു ഡോണ്ട് പേ അറ്റ്ലീസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്, നിങ്ങൾ അതിന്റെ കുറച്ചെങ്കിലും അടക്കണില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഈ സാധനം തരൂല. അങ്ങനെ പറയാം, ഐ വിൽ നോട്ട് ഗീവ് എനിത്തിങ് അല്ലേ, ഐ വിൽ നോട്ട് ഗീവ് എനിത്തിങ്, ഞാൻ എന്ത് ചെയ്യില്ല ഒരു സാധനം തരൂല എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് പുട്ട് ഇറ്റ് ഓൺ യുവർ അക്കൗണ്ട്, അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഐ വിൽ നോട്ട് പുട്ട് ഇറ്റ് ഓൺ യുവർ അക്കൗണ്ട്, ഞാൻ എന്ത് ചെയ്യില്ല ക്രെഡിറ്റ് എഴുതി തരൂല കേട്ടോ, അങ്ങനെയും പറയാൻ പറ്റും കേട്ടോ. എന്തും എഴുതാൻ പറ്റൂടാ. അടുത്തത്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ലാട്ടോ സർ, യു സേവ്ഡ് മൈ ലൈഫ് 25 years ago. ജോൺ പറയാണ്, ഡോക്ടറെ നിങ്ങൾ 25 കൊല്ലം മുന്നേ എന്റെ ജീവൻ രക്ഷിച്ചു. ഇഫ് യു ഹാഡിൻഡ് ഡൺ, കണ്ട ഹാഡ് പ്ലസ് V3, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലേ എങ്ങനെ പറയാ, ഡാഡ് ഐ വുഡ് ഹാവ് അല്ലേ, എങ്ങനെ പറയാ, ഐ വുഡ് ഹാവ് ഡൈഡ്, ഞാൻ എന്താവുമായിരുന്നു പറ, മരിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഐ വുഡ് ഹാവിൻ്റെ അല്ലേ എന്തും പറയാൻ പറ്റും അല്ലെ, ഐ വുഡ് ഹാവ് ഡൈഡ്, ഐ വുഡ് ഹാവ് ഡൈഡ്, നിങ്ങൾ അന്ന് എന്നെ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു എന്ന്. അടുത്തത്, ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി അല്ലെ, അടിച്ചു പറയട്ട, മേ ബി ഇഫ് യു വാണ്ട് ടു ലിസൺ മരിയക്കാരെ, നോക്കൂ അടിച്ചു പറയാൻ റൂംമേറ്റിനോട്, നിങ്ങൾക്ക് പിന്നെ മരിയക്കാരന്റെ പാട്ട് കേൾക്കണോ, നോ താങ്ക് യു, ഐ ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് ഹെർ സോങ്സ് അല്ലേ, എനിക്ക് വേണ്ട, എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയണ ആര്, റൂംമേറ്റ് പറയട്ടാ. അപ്പൊ അടിച്ച് എന്താ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ലിസൺ ടു മരിയക്കാരനെയും കേൾക്കണോ അല്ലെ, ഐ ക്യാൻ ഗീവ് അല്ലെ, ഇപ്പോൾ കാര്യം വാണ്ടല്ലേ, ഇഫ് യു വാണ്ട് V1 അല്ലേ, ഐ ക്യാൻ ഗീവ് അല്ലെ, എനിക്ക് നൽകാൻ പറ്റും അല്ലെ, ഐ ക്യാൻ ഗീവ്. അപ്പൊ നോ താങ്ക് യു, ഐ ഹാവ് ഗുഡ് കളക്ഷൻ ഓഫ് ഹെർ സോങ്സ് അല്ലെ, അവളുടെ പാട്ടിന്റെ നല്ല കളക്ഷൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന്. അടുത്തത്, ചിമ്മമണ്ട നെഗോഷി അടിച്ചിട്ടോ, യുവർ മദർ ഇസ് എൻ ആർട്ടിസ്റ്റ്, നിന്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ അല്ലെ. ഇവിടെ നോക്കൂ, ഒരു കോമ വരെ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ, നമുക്കറിയാൻ പറ്റും. ഓക്സിലറി വെർബ് ഏതാണ് പറ, ഈസ് ആണ് അല്ലെ, അപ്പൊ ഈസ് കൊടുത്തു അല്ലെ. ദെൻ പോസിറ്റീവോ നെഗറ്റീവോ, പോസിറ്റീവ്, അപ്പൊ നെഗറ്റീവ് ആക്കി, ഈസിന്റെ മദർ ആയതുകൊണ്ട് ഷീ, ഈസൻ ഷീ, യുവർ മദർ ഇസ് എൻ ആർട്ടിസ്റ്റ്, നിന്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ. അപ്പോ ഫിദ, യെസ് മൈ മദർ എന്താണ് പറ, ഒരു ആർട്ടിസ്റ്റ് ആണ്. ഐ വിൽ ടീച്ച് യു അല്ലെ, ഇഫ് ഐ അല്ലെ, ഇഫ് ഐ അല്ലെ, ഈ ഇവിടെ വില്ലല്ലേ വന്നത്, ഇഫ് ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇഫ് ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അല്ലെ, ഐ വിൽ ടീച്ച് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും അല്ലേ. അത്ര പറഞ്ഞാൽ മതി, ഈസിയാണ്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ, സ്കോളർഷിപ്പ് ജാക്കറ്റില് മാർത്തയും ഗ്രാൻഡ് മദറും കൂടെ സംസാരിക്കാം കേട്ടോ. അപ്പൊ മാർത്ത ചോദിക്കുകയാണ്, ഇഫ് ഐ ആസ്ക് ഗ്രാൻഡ്പ, ഞാൻ ഗ്രാൻഡ്പനോട് ചോദിക്കുകയാണെങ്കിൽ, എന്ത് പൈസ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം തരും അല്ലെ, അദ്ദേഹം തരും എങ്ങനെ ഇംഗ്ലീഷ് പറയാ, ഹി വിൽ അല്ലെ, ഹി വിൽ, സോറി ഓക്കെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാട്ടോ, ശ്രദ്ധിക്കുക. ഞാനെങ്ങാനും ഗ്രാൻഡ്പനോട് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, നോക്കൂ നിങ്ങള്, യെസ് ഹി, പേര് കിട്ടണില്ലേ, ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഓക്കെ, ഹി വിൽ ഗീവ്, അദ്ദേഹം എന്തെയും പറ, നൽകും, അദ്ദേഹം നൽകുമോ എന്നുള്ളൊരു ചോദ്യം, നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ല നിങ്ങള്, അപ്പൊ നേരെ തിരിച്ചിട്ടാ മതി. എങ്ങനെ പറ, വിൽ ഹി ഗീവ് എന്നാക്കിയാ മതി, വിൽ ഹി ഗീവ്, അദ്ദേഹം നൽകുമോ, പൈസ തരുമോ എന്ന്, വിൽ ഹി ഗീവ് ദ മണി. അപ്പൊ ഗ്രാൻഡ്മ പറയട്ടോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ലാന്ന് കേട്ടോ. അടുത്തത്, ഇഫ് ഹി ഹാഡ് ടു പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, മാർത്ത പറയാണ്, he said, ആരെ, ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഞാനെങ്ങാനും സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി അടക്കേണ്ടി വരികയാണെങ്കിൽ, അപ്പൊ ഹാഡ് പ്ലസ് V3 ഇല്ല കേട്ടോ, വെറും ഹാഡ് ആണ്, ഹാഡ് V2 സമാണ്, കാര്യം ടു പേ എന്നാ വന്നത്, ഇഫ് ഐ ഹാഡ് പെയ്ഡ് അല്ലാന്ന്
ഇവിടെ V2 ആണ് ഇത് മനസ്സിലായോ? ഇഫ് ഐ ഹാഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത് വെറും ഹാഡ് ആണെങ്കിൽ V2 ആണ്, ഹാഡിന് ശേഷം V3 ഉണ്ടെങ്കിലാണ് ഹാഡ് പ്ലസ് V3 ആവുള്ളൂ കേട്ടോ. ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഞാൻ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി ഞാൻ പൈസ അടക്കുകയാണെങ്കിൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവൂല. അങ്ങനെ പറയാ, ഇറ്റ് വുഡിൻ ബി അല്ലെ, ഇറ്റ് വുഡിൻഡ് അതാവൂല അല്ലെ, അത് ആകൂല, ആവുക എന്നുള്ളതിന് ബി അല്ലേ, അപ്പൊ അത് ആവൂല, ഇറ്റ് വുഡിൻ ബി ആവൂല എന്ത്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. SJ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവൂല എന്ന്. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. എന്റെ കേസിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് ഐ വിൽ ടെൽ ദം, ഞാൻ അവരോട് പറയാം, യു വിൽ ഗെറ്റ് യുവർ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അടക്കം എന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നുട്ടോ. ഈ ബി എന്ന് പറയുന്ന സാധനം മറക്കരുത് കേട്ടോ. വെറും ഹാഡ് ആണെങ്കിൽ V2 ആണ്, ഹാഡിന്റെ ശേഷം V3 ഉണ്ടെങ്കിൽ മാത്രമേ വുഡ് ഹാവിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, മറക്കരുത്. ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേ ഉള്ളതാട്ടോ. ഓൺ ജെയിന് പറയാണ്, ഇഫ് യു ഡോണ്ട് പേ ദ റെന്റ്, നിങ്ങൾ റെന്റ് അടക്കണില്ലെങ്കിൽ അല്ലേ, നോക്കൂ നിങ്ങള്, വി വോണ്ട് ബി ത്രോൺ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ്, ഞങ്ങൾ പുറത്തേക്ക് ആക്കും അല്ലേ, ഞങ്ങൾ പുറത്തേക്ക് ആക്കൂല എന്ന്. അപ്പൊ നിങ്ങളെ പുറത്തേക്ക് എറിയുന്ന എങ്ങനെ പറയാ, ഇഫ് യു ഡോണ്ട് V1 അല്ലേ, അപ്പോ ഇഫ് യു ഡോണ്ട് പേ ദ റെന്റ് യു പറ, യു വിൽ ബി ത്രോൺ ഔട്ട്. കണ്ടാ, യു വിൽ ബി ത്രോൺ ഔട്ട്, യു വിൽ ബി ത്രോൺ ഔട്ട് ടു ദ സ്ട്രീറ്റ് അല്ലേ, നിങ്ങൾ സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയുന്നു. അപ്പൊ ജാക്ക് പറഞ്ഞു, നോ നോ ഓൺ അല്ലേ, ആണ്ട് ജെയിനെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞങ്ങള് പുറത്ത് കയറിയില്ല, കാര്യം ഈ പോരെ ഞങ്ങളുടെയാണ് എന്നാ പറയുന്നത്. നെക്സ്റ്റ് വാങ്ക, ഇഫ് ദ മാസ്റ്റർ കംസ് ടു നോ, മാസ്റ്റർ എങ്ങാനും അറിയാണെങ്കിൽ അപ്പൊ അപ്രന്റീസ് പറയണോ വാങ്ക, ഐ വിൽ നോട്ട് അലോ ഹിം ടു ബീറ്റ് യു അല്ലേ, ഞാൻ ഒരിക്കലും എന്നെ തല്ലാൻ അയക്കൂല. അപ്പൊ മാസ്റ്റർ അറിയാണെങ്കിൽ അല്ലെ, ഇവിടെ ഇഫ് ദ മാസ്റ്റർ കംസ് അല്ലെ, കംസ് ടു നോ, അപ്പൊ V1 ആണ് അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യും പറ, അദ്ദേഹം എന്നെ അടിക്കും. കണ്ട, ഹി വിൽ ബീറ്റ് അല്ലെ, ഹി വിൽ ബീറ്റ് മീ, അദ്ദേഹം എന്നെ അടിക്കും. അപ്പൊ അപ്രന്റീസ് പറയുന്നു വാങ്ങുക, ഐ വിൽ നോട്ട് അലോ ഹിം ടു ബീറ്റ് യു, ഞാൻ ഒരിക്കലും എന്നെ തല്ലാൻ മൂപ്പരെന്ത് ചെയ്യില്ല, അയക്കൂല എന്നാ പറയുന്നത് കേട്ടോ. അടുത്തത് കാസ്റ്റവേ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി. എല്ലാത്തുനിന്നും ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ മാർക്ക് പോകില്ല. ഇത് നിങ്ങൾ വേറെ എവിടെ ഒരു ചാനലിൽ കാണുന്ന പോലെയല്ല, ചെറിയ ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ സ്കൂളിൽ പോലും ചിലപ്പോൾ എത്ര പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല, എല്ലാ ചാപ്റ്ററിലും കണക്ട് ചെയ്ത് പറഞ്ഞുതരാൻ പറ്റണമെന്നില്ലല്ലോ. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇഫ് യു ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്, നിങ്ങളെങ്ങാനും ഡോക്ടർ പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ, ലിസൺ എന്ന് പറയുന്നത് V1 അല്ലേ, ഐ ആം റിക്കവേർഡ് പേഴ്സൺ ഓൾറെഡി, ഞാൻ എന്താണ് പറ, ഓൾറെഡി റിക്കവേർഡ് പേഴ്സൺ ആണ്. അപ്പൊ യു ക്യാൻ റിക്കവർ ഫാസ്റ്റ് അല്ലേ, നിങ്ങളെങ്ങാനും ഡോക്ടർ പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്ക് സാധിക്കും, യു ക്യാൻ റിക്കവർ, നിങ്ങൾക്ക് റിക്കവർ ആവാൻ സാധിക്കും, യു ക്യാൻ റിക്കവർ ഫാസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഐ ആം എ റിക്കവേർഡ് പേഴ്സൺ ഓൾറെഡി, ഞാൻ ഓൾറെഡി എന്താണ് പറ, ഒരു റിക്കവേർഡ് പേഴ്സൺ ആണ് എന്ന്. ഇതോട് കൂടിയിട്ട് ഇഫ് ക്ലോസ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇഫിന് ശേഷം നോക്കിക്കോളൂ, V1 ആണെങ്കിൽ വില്ല് പ്ലസ് പറ, വില്ല് പ്ലസ് V1 അല്ലെ. ഇഫിന് ശേഷം നോക്കിക്കോളൂ, V2 ആണെങ്കിൽ എന്ത് വെക്കണം മക്കളെ, V2 ആണെങ്കിൽ വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് V1. ഈഫിന് ശേഷം നോക്കിക്കോളൂ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക, വുഡ് ഹാവ് പ്ലസ് V3. ഈ റൂൾ എന്ത് ചെയ്യരുത്, ഇതിന്റെ മക്കൾ മറക്കരുത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ റൂൾ നിങ്ങളെ തലയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്, ബൈ.